മക്കളെ, ജെറൂസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന. എത്ര നിസ്സാരമാണെന്ന് തോന്നുമായിരിക്കും അല്ലേ? എത്രയോ പവർഫുള്ളായിട്ടാണ് ഓരോ മക്കളും ഇതിൽ പങ്കെടുക്കുന്നത്. നിന്റെ കുടുംബത്തിൻ്റെ അകങ്ങളിലേക്ക്, മനുഷ്യ ശരീരത്തിൻ്റെ ബ്രെയിൻ സിസ്റ്റത്തിലേക്ക് വചനം കടന്നു വരുമ്പോൾ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും തലമുറകൾക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുകയാണ്. ഇന്നത്തെ വചനം കേൾക്കണ്ടേ? എസെക്കിയേൽ 36:25. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തത്തിൻ്റെ പവർ. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ തന്നെ പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കും. യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ തീരാ ദുഃഖങ്ങൾ, മാറാ രോഗങ്ങൾ വിട്ടുപോകും. അച്ഛന് കൊച്ചു പ്രാർത്ഥന ചൊല്ലി തരട്ടെ. യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിച്ച് പൂർണ്ണമായും സുഖപ്പെടുത്തണമേ. മിറക്കിൾ പ്രയറാണത്. സഹിക്കാൻ പറ്റാത്ത വേദന, വിട്ടുമാറാത്ത രോഗങ്ങൾ ഈ പ്രാർത്ഥന മുമ്പിൽ മുട്ടുമടക്കും. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്. യേശുവിൻ്റെ രക്തം സൗഖ്യം തരുന്ന രക്തമാണ്. യേശുവിൻ്റെ രക്തം വിടുതൽ തരുന്ന രക്തമാണ്. കർത്താവായ ഈശോയുടെ നാമത്തിൽ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. വിദ്യാർത്ഥികളും യുവജനങ്ങളും വൈദികരും സിസ്റ്റേഴ്സും അവരുടെ ചുണ്ടുകളിൽ അധരങ്ങളിൽ ഈ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സത്പ്രവൃത്തി വേണ്ടേ? സജ്ജീവിതം വേണ്ടേ? യേശുവിൻ്റെ രക്തം നിനക്കത് പ്രദാനം ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇത് ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.